ഇന്നാണ് ഇന്ത്യ കാനഡ മത്സരം. ഇതിനു മുന്നോടിയായിട്ട് ഇന്ത്യ പരിശീലന മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. യുവതാരങ്ങളെയാണ് ഇന്ത്യൻ ടീം കളിക്കളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അടിച്ചു കളിച്ചിരിക്കുന്നത് സഞ്ജുവും ജയ്സ്വാളുമാണ്. ഓൾറെഡി ഇന്ത്യ ക്വാളിഫൈഡായി. ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് ഇന്ത്യക്ക് ചടങ്ങ് മാത്രമാണ്. അതുകൊണ്ട് അവസരം കിട്ടാത്തവർക്ക് അവസരം കൊടുക്കുന്നു. ഇതിനു മുന്നോടിയായിട്ടാണ് ഇന്ത്യ പരിശീലന മാച്ച് കളിച്ചിരിക്കുന്നത്. യുവതാരങ്ങളെയാണ് രോഹിത് ശർമ്മ ഇന്നിറക്കിയത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാനഡ ടീം ഇന്ത്യക്ക് ഒരു എതിരാളിയല്ല. ഇന്ത്യ ജയിക്കുമെന്നത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ പരീക്ഷകൾ നടത്താനാണ് രോഹിത് ശർമ്മയുടെ പദ്ധതി. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുതിയൊരു പ്ലേയിങ് ഇലവനുമായിട്ട് രോഹിത് ശർമ്മ പരിശീലനം നടത്തി. ഓപ്പണിങ്ങിൽ സഞ്ജുവിനെയും ജയ്സ്വാളിനെയുമാണ് രോഹിത് ശർമ്മ ഇറക്കിയത്. രണ്ടുപേരും തകർത്തടിച്ചു. സീനിയർ താരങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു സഞ്ജുവിൻ്റെ പ്രകടനം. സഞ്ജുവിനെ ഇതുവരെ ഒരു അവസരം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 3 മാച്ചിലും സഞ്ജു സൈഡ് ബെഞ്ചിലായിരുന്നു. അതിൻ്റെ പ്രതികാരം സഞ്ജു ഇന്ന് ശരിക്ക് തീർത്തു. രോഹിത് ശർമ്മ അടക്കം ഞെട്ടിയിരിക്കുകയാണ്. സഞ്ജു അതുപോലെ തകർത്തടിച്ചിരിക്കുകയാണ്. പരിശീലനത്തിൽ സഞ്ജു ഇങ്ങനെ കളിച്ചാൽ ഇന്നത്തെ മാച്ചിൽ സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ സഞ്ജു ഇതിനേക്കാൾ മികച്ച കളി പുറത്തെടുക്കും. ഇന്ത്യ ഓൾറെഡി ക്വാളിഫൈഡായി. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിലെങ്കിലും സഞ്ജുവിന് ഒരു അവസരം കിട്ടുമെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. പരിശീലനത്തിൽ രോഹിത് ശർമ്മ സഞ്ജുവിനെ വെറുതെയല്ല ഇറക്കിയത്. രോഹിത് ശർമ്മയ്ക്ക് സഞ്ജുവിനെ ഇറക്കാൻ താല്പര്യമുണ്ട്. ഇന്ന് ചിലപ്പോൾ സഞ്ജു കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. രോഹിത് ഇന്ന് 2 താരങ്ങൾക്കാണ് അവസരം കൊടുത്തത്, ജയ്സ്വാളും സഞ്ജുവും. രണ്ടുപേരും തകർത്തടിച്ചതുകൊണ്ട് ഇന്ന് കാനഡയ്ക്കെതിരെ 2 പേരെയും ഉൾക്കൊള്ളിച്ചേക്കും. കാനഡയ്ക്കെതിരെ സഞ്ജുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് സഞ്ജുവിനെ ഇറക്കുകയാണെങ്കിൽ സഞ്ജു ഉറപ്പായിട്ടും ഫോമാകും. സഞ്ജു 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് രോഹിത് ശർമ്മയാണ്. അവസാന നിമിഷം ചിലപ്പോൾ സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലിരുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.